പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂസ് ഷിപ്പിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. നിങ്ങൾ കാണുക, വിലയിരുത്തുക, ഫീഡ്ബാക്കുകൾ എന്നോട് പറയുക. താങ്ക് യു. ഇത് ലാസ്റ്റ് ഡേ ഓഫ് ക്രൂസാണ്. ചിലർ ഡാൻസ് ചെയ്യുന്നു, അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. ലൈഫ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാനുള്ളതാണ്. സങ്കടങ്ങൾ മാത്രമുള്ളതല്ല ലൈഫ്. സന്തോഷങ്ങളും കൂടി കൂടുമ്പോഴേ ലൈഫ് പൂർണ്ണമാവുള്ളൂ. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ജീവിതം കൈകാര്യം ചെയ്യുക. അങ്ങനെ പെർത്തിൽ എത്തിയേക്കാണ്. പെർത്ത് സിറ്റിയാണ് ദൂരെ കാണുന്നത്. ഒരു സിറ്റിയിലേക്ക് ഷിപ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീമാൻഡിൽ പോർട്ടിലാണ് നിൽക്കുന്നത്. സാധാ മൊബൈൽ നെറ്റ്വർക്കൊക്കെ ഫോണുകളിൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. വേറുള്ള ചെറിയ കപ്പലുകളാണ്, യാത്രാ കപ്പലുകളല്ല. മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി എത്തിയിരിക്കുന്ന കപ്പലുകളാണ്. പൊതുവെ എൻ്റെ ഇതിൽ 4 ദിവസം വരെ കുഴപ്പമില്ല. കൂടുതൽ ദിവസമായി കഴിഞ്ഞാൽ ഇതൊരു ബോറിംഗ് ഉള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആളുടെ ജീവിതത്തിൽ ഒരിക്കൽ വന്ന് കണ്ടു കേട്ട് ആസ്വദിക്കേണ്ട ഒരു പരിപാടി തന്നെയാണ്. സാഹചര്യങ്ങൾ ഇണങ്ങുന്നവരും വരിക, കാണുക, മനസ്സിലാക്കുക. അതാണ് ഫ്രീമാൻഡിൽ പോർട്ട് കാണുന്നത്. ഇനി അവിടെ ഇത് പൈലറ്റ് ബോട്ടുകളും കാര്യങ്ങളും വന്ന് അങ്ങോട്ടേക്ക് ഈ കപ്പലിനെ അടുപ്പിക്കും. ഏകദേശം ഒരു മണിക്കൂറിനടുത്താവും അവിടെ എത്താനായിട്ട്. അപ്പം എല്ലാം പറഞ്ഞതുപോലെ എല്ലാവരും സുഖമായിട്ട് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. വീണ്ടും കാണുന്നത് വരെ നന്ദി. ഷിപ്പ് ബെർത്തിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പം ടഗ് ബോട്ടുണ്ട്. ടഗ് ബോട്ട് ഇതിനെ തള്ളി ഈ ക്രെയിനുള്ള ആ ഭാഗത്തേക്ക് അടുപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ എൻജിനും കാര്യങ്ങളും എല്ലാം ഓഫാണ്. ഇനി ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫുൾ കൺട്രോള് പൈലറ്റ് ബോട്ടുകൾക്കും ബാക്കിയുള്ളവർക്കുമാണ്. അങ്ങനെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. വിമാനത്തിൽ നിന്ന് യാത്ര പോകുന്നവർക്ക് പെർ ഡേ $12 കാറിന് പാർക്കിംഗ് ആകുന്നത്. 7 ദിവസത്തെ താഴെ വരെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം പാർക്ക് ചെയ്യാൻ പറ്റുന്നത് 7 നൈറ്റ്സാണ്. ഊബർ ടാക്സി ഇവിടെ വരുന്നതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ റീസണബിളാണ് പാർക്കിങ്. അപ്പം യാത്ര പോകുന്നവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയിൽ. ഇപ്പോൾ നിങ്ങളിതിൽ കാണുന്നത് കലമാൻഡിൽ കണ്ടെയ്നർ ടെർമിനലാണ്. അവിടുന്നാണ് ഇൻ്റർനാഷണലായിട്ടുള്ള ചരക്ക് കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്രൂസ് ഷിപ്പുകളുടെയും ബെർത്ത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു പോർട്ടല്ല, ഒരു മീഡിയം സൈസിൽപ്പെട്ടതാണ്. ഞാൻ ഈ ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിലെ ഇനി യാത്ര പോകുന്നവർക്ക് യാത്ര സുഖകരമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം നിങ്ങൾ യാത്ര പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോവുക. നിങ്ങളുടെ യാത്ര സന്തോഷകരവും ഈ സുഖകരവുമായിരിക്കും. അല്ലെങ്കിൽ എല്ലാം കൺഫ്യൂഷനായിരിക്കും. ഇതിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ടഗ് ബോട്ടുകൾ കപ്പലിനെ ബെർത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ്. അപ്പം അവരാണ് ബാക്കിയുള്ള പോർട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫുൾ കൺട്രോൾ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. കപ്പലിന് പ്രത്യേകിച്ച് ക്യാപ്റ്റനോ പ്രത്യേകിച്ച് റോളുകളൊന്നും തന്നെ ഇല്ല. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മളുടെ ലഗേജുകളെല്ലാം തന്നെ അവർ സോൺ തിരിച്ചിങ്ങനെ വെക്കും. നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് വേണം പുറത്തേക്ക് പോരാനായിട്ട്. ഈ പാത്ത് വേ വഴിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതാണ് പസഫിക് എക്സ്പ്ലോററിൻ്റെ ഫ്രണ്ട്. നിങ്ങൾ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുക. അടുത്തുള്ള നിങ്ങളുടെ യാത്രകൾ ഈസിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.